Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അഹമ്മദ് ഹാസ് എ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ എ ബാങ്ക്. He deposits rupees 2500 per month for 2 years. If he gets rupees 66,250 at the time of maturity, then find the first part the interest paid by the bank. സെക്കൻഡ് പാർട്ട് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് ICSE 2011 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്താ കണ്ടുപിടിക്കേണ്ടത് എന്ന് നോക്കാം. അപ്പം അഹമ്മദ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ് തുടങ്ങിയിരിക്കുന്നത്. മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് തന്നിട്ടുണ്ട് 2500. ദാറ്റ് മീൻസ് പി എന്ന് പറയുന്നത് ₹2500. ദെൻ എൻ തന്നിട്ടുണ്ട് 2 years എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2 year മന്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 24 months എന്ന് കിട്ടും. ഇനി ഇഫ് ഹി ഗെറ്റ്സ് rupees 66,250 അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 66,250. ഇനി ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എന്താ കാണേണ്ടത്, ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് കാണാനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഇവിടെ റേറ്റ് അറിയത്തില്ല. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് അപ്ലൈ ചെയ്താൽ മതി, ഇവിടെ നമുക്ക് മെച്യൂരിറ്റി വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമുക്കറിയാം, എത്ര മാസമാണ് ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്, I ഈക്വൽ ടു മെച്യൂരിറ്റി വാല്യൂ മൈനസ് എന്താണ് മന്ത്ലി ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിക്കാം, മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുമ്പോൾ 66,250 വരും. മന്ത്ലി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു മാസം 2500 ആണ്. അങ്ങനെ എത്ര മാസം ഡെപ്പോസിറ്റ് ചെയ്തു, 24 months ആണ് ഡെപ്പോസിറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ 24 × 2500. ക്ലിയർ അല്ലേ? സോ എന്ത് കിട്ടും, 66,250 മൈനസ് ഇവരുടെ പ്രോഡക്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് 60,000 ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്, 6,250. ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്, 6,250. ക്ലിയർ അല്ലേ? ഇനി ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, റേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ റേറ്റ് കാണാൻ നമുക്ക് ഏത് ഫോർമുല തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, I ഈക്വൽ ടു PNR × n+1/2 × 12 × 100. ഇപ്പോൾ നമുക്ക് I ഉണ്ട്, P ഉണ്ട്, N ഉണ്ട്, R കാണാം. ക്ലിയർ അല്ലേ? ഇപ്പം നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്ത് നോക്കാം. സെക്കൻഡ് പാർട്ടിന് നമുക്ക് ഇവിടെ ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഐയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 6,250 ആണ്. ഈക്വൽ ടു എന്ത് വരും, P × N × R. P എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 2500 ആണ്. N എന്ന് പറയുന്നത് 24 ആണ്. R നമുക്കറിയത്തില്ല. ദെൻ n+1 എന്ന് പറയുമ്പോൾ 25/2 × 12 × 100. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ R ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എഴുതുവാണെങ്കിൽ അങ്ങനെയും എഴുതിയിട്ട് ചെയ്യാവുന്നതാണ്, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 25ഉം 100ഉം 4 ടൈംസ്, ദെൻ 12ഉം 24ഉം 2 ടൈംസ്, പിന്നെ ഈ 2ഉം താഴത്തെ 2ഉം കട്ടായി പോവും. ഇനി കട്ട് ചെയ്യാനായിട്ട് നമുക്ക് 2500ഉം പിന്നെ ഏതാണുള്ളത്, 4ഉം ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ അവർ തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുക, 4 ടേബിളിൽ 2500 എന്ന് പറയുന്നത് 625 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ക്യാൻസലേഷൻ വേറെ എല്ലാം കട്ടായി പോയി. ഇനി 625 R മാത്രമേ ഉള്ളൂ. അപ്പോൾ 6,250 ഈക്വൽ ടു 625 × R. Therefore R ഈക്വൽ ടു എങ്ങനെ എഴുതാം, 6,250 ഡിവൈഡഡ് ബൈ 625. ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 10 എന്ന് കിട്ടും. സോ 10% ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണ്. ക്ലിയർ അല്ലേ? രണ്ട് പാർട്ടും ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.